അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 227 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ വലാ യഹില്ലു ലഹുന്ന أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر والمطلقات. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ഓ ഇസ്തിഅലാഇൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്സീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക. മുതല്ലഖാത്തുന്ന് മണിച്ചിട്ട് ഓതി പോകുന്നവരുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. ഖാഫ് ഇസ്തിഅലാഇൻ്റെ ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ ബേക്ക് നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. അലിഫ് സഗീറയാണ് കൂടെ വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യതറബ്ബസ്ന റോ ഫതഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലാഇൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഇനി സ്വാദ് ഖൽഖല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. യതറബ്ബസ്ന എന്ന് ഓതരുത്. യതറബ്ബസ്ന അതുപോലെ ഓതുക കേട്ടോ. ബിഅൻഫുസിഹിൻ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ഫാ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. അൻഫുസിഹിന്ന എന്ന് ഓതരുത്. അൻഫുസിഹിൻ നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖിബൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. സലാസത ഖുറൂ സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് സാ പുറപ്പെടുന്നത്. കുറച്ച് നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പുറത്തോട്ട് പോകുന്ന സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോകരുത്. സലാസത ഖുറൂ ലാമിൻ്റെ കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. റോ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. ഇനി നമ്മളിവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കവിടെ വഖഫും വസ്ലും അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നതുകൊണ്ട് മദ് വാജിബ് മുഖ്തസിലാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ അത് മദ് വാജിബ് മുഖ്തസിൽ മഹ്മൂദൽ ആഖിർ എന്നുള്ളൊരു നിയമം കൂടെ അവിടെ വരും ഹംസയിൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ മദ് വാജിബ് മുഖ്തസിലിന് നമ്മൾ 4, 5 കൗണ്ട് നീട്ടണമെന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 4, 5, 6 കൗണ്ട് വരെ നീട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം. വലാ യഹില്ലു വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരാം കേട്ടോ. യഹില്ലു ലഹുൻ നൂനിന് ശ്രദ്ധ വന്നു. അഖിമൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഐ യക്തുംന നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. ഐ യക്തുംന കാഫ് സുക്കൂനാവുന്ന സമയത്ത് ഹാഫ് സുക്കൂന് കൊടുക്കും ചെയ്യുക. കുറച്ച് എയർ പുറത്തോട്ട് പോകുന്ന സൗണ്ടും കൊടുക്കുക കേട്ടോ. യക്തുംന എന്ന് ഓതരുത്. യക്തുംന അതുപോലെ ഓതാം. മാ ഖലഖല്ലാഹ് മീമിൻ്റെ കൂടെ മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖലഖല്ലാഹ് ഇസ്തിഅലാഇൻ്റെ ലെറ്ററാണ് അല്ലേ. ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഖാഫും ഇസ്തിഅലാഇൻ്റെ ലെറ്ററാണ്. അപ്പോൾ 2ഉം ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ലാമിനെ ഉയർത്തരുത് കേട്ടോ. ഖലഖ അതുപോലെ ഓതുക. ഖലഖല്ലാഹ് അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് കൊണ്ടുവരാം. അവ്വാ ഊന്നായി പോയത് ഹംസയായി പോവാതെ നോക്കുക. ഫീ അർഹാമിഹിൻ ഫ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ.
ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് കൊണ്ടുവരിക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. നൂനിന് ശബ്ദ വന്നു, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ഫീ അർഹമിഹിന്ന ഇൻ കുൻ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ച് മണിച്ചോടി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിന് വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. ഇൻ കുന്നാന്ന് ഓതരുത്. ഇൻ കുന്നയു മിൻ. നൂനിന് ശബ്ദ വന്നു, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഹംസ കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. യു മിന്ന ഓതരുത്. യു മിന്ന അതുപോലെ ഓതുക കേട്ടോ. യു മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നൂനിന് ശബ്ദ വന്നു, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് കെസ്റയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ലൈറ്റാക്കി കൊടുക്കുക, താഴ്ത്തി ഉച്ചരിക്കുക കേട്ടോ. ബില്ലാഹി ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. വൽ യൗമിൽ ആഖിറ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ലാമിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ. വൽ യൗമിൽ ആഖിർ. ഇവിടെ ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, പക്ഷേ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാവുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഉയർത്തി ഉച്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീം വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി ഇവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റാ ലൈറ്റാക്കിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ആഹിർ എന്ന് പറഞ്ഞിട്ട് പിന്നെ സുക്കൂന് കൊടുത്തിട്ട് ലൈറ്റാക്കിയിട്ട് സുക്കൂൻ എന്താ ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കാൻ പാടില്ല, ലൈറ്റാക്കി കൊടുക്കുക കേട്ടോ. വൽ യൗമിൽ ആഹിർ രാ എന്നുള്ള സൗണ്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ റാൻ്റെ ഒരു നിയമം വരുന്നുണ്ട്. റാക്ക് സുക്കൂനാവുമല്ലോ, വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ സുക്കൂന് കിട്ടുമല്ലോ. അതിന് മുന്നേ ഉള്ള അക്ഷരത്തിന് കെസ്റ വന്നാൽ നമ്മൾ റാ ലൈറ്റാക്കിയിട്ടാണ് വഖഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.